കോഴിക്കോട് കാവിലുംപാറ ചൂരണിയിൽ ഇറങ്ങിയ കാട്ടാനയെ പിടികൂടാൻ ശ്രമം തുടരുന്നു. 3 സംഘങ്ങളായി ചേർന്ന് തെരച്ചിൽ നടത്തി വരികയാണെന്ന് കോഴിക്കോട് DFO ആഷിഖ് പറഞ്ഞു. താമരശ്ശേരി ആറാട്ടി മറ്റ് സ്റ്റാഫങ്ങളിൽ എത്തിയിട്ടുണ്ട്. കണ്ണൂരിൽ നിന്നും വയനാട് നിന്നും വെറ്റിനറി ഡോക്ടർമാർ എത്തിയിട്ടുണ്ട്. നമ്മളൊരു 3 സംഘങ്ങളായിട്ട് തിരിഞ്ഞ് ഈ കാട്ടാനക്കുട്ടിയെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ ട്രാങ്കുലൈസ് ചെയ്ത് മയക്കുവെടി വെച്ച് പിടിക്കാനുള്ള അനുമതി നമുക്ക് ആൾറെഡി ലഭ്യമായിട്ടുണ്ട്. ഇതിനെ കണ്ടെത്തിയ ഉടനെ തന്നെ അതിനെ മയക്കുവെടി പിടിച്ചിട്ട് നമ്മൾ മുത്തങ്ങ എലഫന്റ് ക്യാമ്പിലോട്ട് മാറ്റുന്നതായിരിക്കും. രതീഷ് വാസുദേവനാണ് കൂടുതൽ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുന്നത്. രതീഷ്, ഒരു കുട്ടിയാനയായിരുന്നു. ഇന്നലെ നാട്ടുകാർക്കടുത്തേക്ക് ഉൾപ്പെടെ എത്തുന്നുണ്ടായിരുന്നു. കൂട്ടം തെറ്റിപ്പോയ ആനയായിരിക്കും, അങ്ങനെ നാട്ടിൽ ഇറങ്ങിയതായിരിക്കും എന്ന കാര്യത്തിൽ സംശയം ഇല്ല. ഇന്നലെ നാട്ടുകാരുടെ സൈറ്റിലുണ്ടായിരുന്ന ഈ ആന പിന്നീട് എങ്ങോട്ടേക്കാണ് മാറിയത്? എന്താണ് വനംവകുപ്പ് പറയുന്നത്? ബിനിൽ, ഇതൊരു കുട്ടിയാനയാണ്. അത് തന്നെയാണ് ഇതിനെ പിടികൂടാനുള്ള പ്രശ്നമായി വനംവകുപ്പ് പറയുന്നത്. അത് അടങ്ങി നിൽക്കുന്ന സ്വഭാവം ഇത്തരം കുട്ടിയാനകൾക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അതിനെ വളരെ പൊടുന്നനെ കൈകാര്യം ചെയ്യാനോ നിയന്ത്രിക്കാനോ സാധിക്കില്ല എന്നതാണ് വനംവകുപ്പ് പറയുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ മയക്കുവെടി വെച്ച് ഈ കുട്ടിയാനയെ പിടികൂടുക എന്നതാണ് അവസാന തീരുമാനം. അതിന് ബന്ധപ്പെട്ട വനംവകുപ്പിന്റെ എല്ലാ തരത്തിലുള്ള അനുമതികളും ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെ ഈ കാട്ടാനയെ വനംവകുപ്പിന് ഈ മയക്കുവെടി വെക്കാൻ പാകത്തിന് കിട്ടുക, ട്രാങ്കുലൈസ് ചെയ്ത് അതിനെ കണ്ടെത്തുക എന്നതാണ് ഇപ്പോൾ പ്രയാസകരമായിട്ടുള്ളത്. പലപ്പോഴും അപ്രതീക്ഷിതമായി കാട്ടാന കൃഷിയിടങ്ങളിൽ നിന്ന് ഇറങ്ങി വരുന്നു, ആളുകൾക്കിടയിലൂടെ ഓടുന്നു എന്ന സാഹചര്യമാണ് ദിവസങ്ങളായി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രദേശത്തെ ആളുകളുടെ ആശങ്ക വർദ്ധിക്കുകയാണ്. എന്തായാലും പ്രത്യേക സേനയെ RRP ഉൾപ്പെടെ ഇപ്പോൾ വളരെ സജീവമായി ഈ കാട്ടാനയെ കണ്ടെത്താനും വനംവകുപ്പിനെ സഹായിക്കാനും ഒക്കെ രംഗത്തെത്തിയുണ്ട്. വളരെ ഉടനെ തന്നെ ഈ മയക്കുവെടി വെച്ച് കുട്ടിയെ പിടികൂടി മറ്റിടങ്ങളിലേക്ക് മുത്തങ്ങയിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. മുത്തങ്ങ ആന ക്യാമ്പിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള നീക്കങ്ങളാണ് വനംവകുപ്പ് പ്രാഥമികമായി ഇപ്പോൾ നടത്തുന്നത്. അങ്ങനെ കാട്ടാനക്കുട്ടി എത്രയും പെട്ടെന്ന് കാട്ടാനക്കുട്ടിയാണ്, അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും നിൽക്കുന്ന ഒരു ശീലം ഉണ്ടാകില്ല. അതാണ് വനംവകുപ്പിനെ പ്രതിസന്ധിയിലാക്കുന്നത്. സുരക്ഷിതമായി മാറ്റേണ്ടിയിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു രതീഷ് വാസുദേവൻ.